പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ, ദൈവമേ നീ എവിടെയാണ്? ജീവിതത്തിൽ ചില സമയങ്ങളുണ്ടാകും, എല്ലാം വരണ്ടതുപോലെയുള്ള അനുഭവം. പ്രാർത്ഥിച്ചാലും മറുപടി ഇല്ലാത്തതുപോലെ നമുക്ക് തോന്നാം. ഇന്നത്തെ നമ്മുടെ തിരുവചനത്തിൽ, അനുദിന പ്രഭാത തിരുവചനത്തിൽ, ഇസ്രായേൽ ജനങ്ങളും അതേ ചോദ്യം തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത്. ദൈവം നമ്മോടൊപ്പമുണ്ടോ ഇല്ലയോ? പക്ഷേ ദൈവം അവർ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഒരു അത്ഭുതം ചെയ്തു. മരുഭൂമിയിൽ ഒരു പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു. ദൈവമക്കളെ, ഇത് വെറും ഒരു അത്ഭുത കഥയല്ല, നമ്മുടെ ജീവിതത്തിനുള്ള ഒരു ശക്തമായ സന്ദേശമാണ്. നമുക്ക് ഈ വചനഭാഗം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫീദീമിലെത്തി പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ജനം മോശയോട്, ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞതിന് മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിന് കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. ജനത്തിന് അവിടെ വെച്ച് നന്നാ ദാഹിച്ചതുകൊണ്ട് ജനം മോശയുടെ നേരെ പെറുപെറുത്തു. ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന് എന്ന് പറഞ്ഞു. മോശ യഹോവയോട് നിലവിളിച്ചു, ഈ ജനത്തിന് ഞാൻ എന്തു ചെയ്യേണ്ടു? അവർ എന്നെ കല്ലെറിയുവാൻ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞു. യഹോവ മോശയോട്, ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടി കയ്യിലെടുത്ത് ജനത്തിന്റെ മുൻപാകെ കടന്നു പോക. ഞാൻ ഹോരേബിൽ നിന്റെ മുൻപാകെ പാറയുടെ മേൽ നിൽക്കും. നീ പാറയെ അടിക്കണം. ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണുകെ മോശ അങ്ങനെ ചെയ്തു. ആമേൻ. ഈ തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്, ഇസ്രായേൽ ജനങ്ങൾ ദാഹിച്ചു. പക്ഷെങ്കിൽ ദാഹത്തേക്കാൾ വലിയ പ്രശ്നം അവരുടെ ഹൃദയത്തിലായിരുന്നു. അവർ ദൈവത്തെ സംശയിച്ചു. ദൈവം നമ്മോടൊപ്പമുണ്ടോ ഇല്ലയോ എന്ന് അവർ ചോദിച്ചു. പലപ്പോഴും നമ്മളും അതുപോലെയാണ്. പ്രശ്നങ്ങൾ വന്നാൽ ആദ്യം വിശ്വാസം തളരുന്നു. പക്ഷെ ഇവിടെ ദൈവം എന്ത് ചെയ്തു? അവൻ മോശയോട് പറഞ്ഞു, നീ ആ പാറമേൽ അടിക്കൂ. മനുഷ്യർക്ക് അസാധ്യമായി തോന്നുന്ന സ്ഥലത്ത് ദൈവം വഴിയുണ്ടാക്കി. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. ദൈവം അവരുടെ പരാതികൾ കണ്ടിട്ടും അവരെ ഉപേക്ഷിച്ചില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. ഈ അനുദിന പ്രഭാത തിരുവചന വാക്യം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് ഉത്തമമായി ഉതകുന്നതാക്കി തീർക്കാം എന്ന് ചോദിച്ചാൽ, ഇത് വെറും ഒരു പഴയ സംഭവമല്ല. ഇത് നമ്മുടെ ജീവിതത്തിലും മരുഭൂമിക്ക് സമമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഒന്നും നടക്കാത്ത പോലെ, പ്രതീക്ഷയില്ലാത്ത പോലെയുള്ള ഒരു അനുഭവം. പക്ഷേ ഓർക്കുക, നീ ഇപ്പോൾ നിൽക്കുന്ന ആ പാറ, അതുതന്നെയാണ് ദൈവം നിന്റെ അനുഗ്രഹത്തിന്റെ ഉറവാക്കുവാൻ പോകുന്നത്. നീ ദാഹിച്ചിരിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടുന്ന വെള്ളം നൽകി നിന്റെ ദാഹം ശമിപ്പിക്കുന്നവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവം, കർത്താവേ, എൻ്റെ ജീവിതത്തിലെ വരണ്ട സമയങ്ങളിൽ ഞാൻ പലപ്പോഴും സംശയിക്കുന്നു. എങ്കിലും കർത്താവേ, നീ മരുഭൂമിയിലും വെള്ളം നൽകുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
എൻ്റെ പ്രശ്നങ്ങളിൽ, എൻ്റെ പ്രതിസന്ധികളിൽ ഞാൻ പരാതിപ്പെടാതെ തമ്പുരാനെ വിശ്വാസത്തോടുകൂടി നിന്നിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, എൻ്റെ പാറ തുറന്ന് അനുഗ്രഹം നൽകണം. കർത്താവേ, എൻ്റെ ദാഹം നീ തന്നെ മാറ്റി തരും. സർവ്വതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.